ധാരാളം മനസ്സിലാക്കിയ ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഇതിലെ സമയം പാഴാക്കാതെ നമ്മുടെ പരലോക യാത്രക്കുള്ള മുതൽക്കൂട്ടിലേക്ക്, നമ്മുടെ തുലാസ് കനം തൂകുന്നതിലേക്ക് പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ആദ്യമായി എന്നെ നിങ്ങൾ ഓരോരുത്തരെ ഉണർത്തുകയാണ്. മനുഷ്യരായ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റു ചെയ്യുന്ന പ്രകൃതത്തിലാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. പാപസുരക്ഷിതത്വം മനുഷ്യർക്കാർക്കുമില്ല, അമ്പിയാക്കൾക്കൊഴികെ. അമ്പിയാക്കള് മാസൂമികളാണ്. അമ്പിയാക്കളല്ലാത്ത ഏതൊരു മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നവരായിരിക്കും. മാത്രമല്ല, മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ അവന്റെ പുറത്തും അകത്തും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, അകത്ത് പിശാചുണ്ട്. അതുപോലെ മനുഷ്യനെ തിന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ ദേഹേച്ഛ, ഇത് മനുഷ്യനെ തിന്മക്ക് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടം നമുക്കറിയാം, തിന്മയിൽ വീഴുവാനുള്ള അനേകം സാധ്യതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും തിന്മയിൽ വീഴുന്ന മനുഷ്യൻ, ആ മനുഷ്യന് രക്ഷപ്പെടാനുള്ള പരിഹാരം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ വരില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ ഉടനെ ഓർക്കുകയും ആ സംഭവിച്ച തെറ്റിന്റെ പേരിൽ അവൻ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിൽ പറയുന്നുണ്ട്, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ വലമു അൻഫുസഹും ദക്കറുല്ലാഹ്. സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ വല്ല തെറ്റ് സംഭവിക്കുക, വല്ല നീചകൃത്യങ്ങൾ അവരിൽ വന്നുപെട്ടുപോയാൽ ഉടനെ അവർ അല്ലാഹുവിനെ ഓർക്കും. എന്നിട്ട് അവരവരുടെ പാപത്തിന് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് അല്ലാഹു ചോദിക്കണം, പാപം പൊറുക്കാൻ അല്ലാഹുവല്ലാതെ വേറെ ആരാണുള്ളത്? അങ്ങനെ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തന്നെ ആ പാപത്തിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല. ഇതാണ് വിശ്വാസികളുടെ ഒരു നിലപാട്. ഈ നിലപാട് അവൻ എടുത്തു കഴിഞ്ഞാൽ ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്കുള്ള പ്രതിഫലമാണ് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനം. അതുപോലെ ജന്നാത്തു തജ്രി മിൻ തഹ്തി അൽ-അൻഹാർ ഖാലിദീന ഫീഹാ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ അവർ ശാശ്വതരായി. വനിഅമ അജ്റുൽ ആമിലീൻ, ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്ര നല്ലതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വിശ്വാസിയാണോ തെറ്റ് സംഭവിക്കൂല എന്നല്ല, തെറ്റ് സംഭവിക്കാം. അങ്ങനെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അല്ലാഹുവിനെ കുറിച്ച് അവർ ഓർക്കുകയും അതിന്റെ പേരിൽ അവർ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവരായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല സഹോദരന്മാർ, നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മക്കും അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ, കെടുതികളുണ്ട്. സാധാരണ നിലക്ക് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ ശിക്ഷ കിട്ടുന്നത് പരലോകത്തു നിന്നാണെന്ന്. ആത്യന്തികമായി പരലോകത്തു നിന്ന് തന്നെയാണ്. പക്ഷെ ദുനിയാവിലും തിന്മയുടെ കെടുതികളുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു കിതാബ് തന്നെയുണ്ട്, അദ്ദാഉ വദ്ദവാ, ജവാബുൽ കാഫി എന്ന പേരിലാണ് ആ കിതാബ് അറിയപ്പെടുന്നത്. ആ കിതാബിൽ അദ്ദേഹം മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന്റെ പരിമിത ഫലങ്ങൾ കൊണ്ടുണ്ടാകുന്ന കെടുതികൾ, ദുനിയാവിലുണ്ടാകുന്ന അനേകം കാര്യങ്ങൾ അദ്ദേഹം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. അപ്പൊ തിന്മ എന്ന് പറയുന്നത് പരലോകത്ത് മാത്രമല്ല അതിന്റെ ശിക്ഷ കിട്ടാൻ, മറിച്ച് നമ്മുടെ ദുനിയാവിലുമുണ്ട്.
നമ്മുടെ കുടുംബത്തിൽ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾ, നമ്മുടെ ഉപജീവനത്തിൽ വരുന്ന പല പ്രശ്നങ്ങൾ, നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന പല ഇടുക്കങ്ങൾ, മറ്റു ശത്രുക്കൾ നമ്മുടെ മേൽ അക്രമമായിരുന്നതിന്റെ കാരണങ്ങൾ, ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ചെയ്തികളുടെ ഫലമായിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാണ് ചെയ്യുന്നത്. അപ്പൊ ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടണം, നമ്മൾ ചെയ്ത തിന്മയുടെ പാപത്തിന്റെ ആ കെടുതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അല്ലാഹുവിനോട് നിരന്തരമായി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയാണ്, അൽ ആസി സിൽസിലത്തു ഫി ഉൻകിൽ ആസി ലാ യഖഫുഹു മിൻഹാ ഇല്ല ഇസ്തിഗ്ഫാർ വതൗബ. പാപിയുടെ കഴുത്തിലെ ചങ്ങലകളാണ് പാപം. പാപം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിൽ ചങ്ങലകൾ വീഴുന്ന ഈ ചങ്ങലക്കെട്ടുകൾ നമ്മൾ അഴിച്ചു മാറ്റുന്നത് തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടുമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ധാരാളമായിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ അല്ലാഹുവിനോട് തേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗ്ഫാർ ധാരാളമായി തേടാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുന്നുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബി. ആദ്യം പറയുന്നത് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കണം. ഒരാൾ തൗഹീദ് മനസ്സിലാക്കണം, ഇല്ലെങ്കിലോ അയാൾ നരകത്തിൽ പോകും. രണ്ടാമത് അള്ളാഹു പറയുന്നത് എന്താ? ഇസ്തിഗ്ഫാർ തേടണം നിന്റെ പാപങ്ങൾക്ക്, അല്ലെങ്കിലോ അതിന്റെ പേരിൽ നീ നരകത്തിൽ പോകുന്ന. അപ്പൊ തൗഹീദ് സ്വർഗത്തിലേക്ക് ആവശ്യമാണ് എങ്കിൽ അതുപോലെ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ, നരകത്തിൽ നമ്മൾ മോചിപ്പിക്കുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് നമ്മൾ ധാരാളമായി ഇസ്തിഗ്ഫാർ തേടണം. നമുക്ക് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വസ്തഗ്ഫിരില്ലാഹ് ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ എന്ന് പറയുന്ന ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ ധൃതി കാണിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്ന. നിങ്ങൾ അല്ലാഹുവിനോടുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും ധൃതിയിൽ വരണം എന്നാണ് പറയുന്നത്. ധൃതി പിടിക്കണം. ഏത് വിഷയത്തിൽ? നമ്മൾ ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ, സ്വർഗം നേടിയെടുക്കുന്ന വിഷയത്തിൽ. അങ്ങനെയൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുപോലെ നമുക്ക് കാണാം, ലോകത്ത് വന്ന അമ്പിയാക്കൾ അവരുടെ ജീവിതത്തിൽ ചെറിയ അബദ്ധങ്ങൾ വന്നുപോകും. ആ വന്നു പോകുമ്പോൾ ഉടനെ അവർ ഇസ്തിഗ്ഫാർ നടത്തിയതായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ ഇസ്തിഗ്ഫാർ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഇസ്തിഗ്ഫാർ, അങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാരുടെ ഇസ്തിഗ്ഫാറുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഒരു അബദ്ധം സംഭവിച്ചു, വിലക്കപ്പെട്ട കനി അദ്ദേഹം ഭക്ഷിച്ചു. ഉടനെ പറഞ്ഞു, ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് ഇസ്തിഗ്ഫാർ തേടാൻ ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകന്റെ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് തെറ്റാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകി. എന്ന് പറഞ്ഞാൽ മകൻ മുങ്ങി മരിക്കുന്ന സമയത്ത് മകനോട് കപ്പലിൽ കയറാൻ പറഞ്ഞു, കയറിയില്ല. അങ്ങനെ മകൻ മുങ്ങി മരിക്കുക. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നൂഹ് നബി പറയുന്നത്, എന്നെയും എന്റെ കുടുംബത്തെയും നീ രക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകിയിട്ടില്ലേ? എന്റെ മകൻ എന്റെ കുടുംബത്തിൽ പെട്ടവനല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിന്റെ മകന് അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല. എന്താ വിഷയം? ആദർശം മാറിയെന്ന്. നമ്മളൊക്കെ ചില ആളുകൾ പറയും, നമ്മളൊക്കെ നബിന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. അല്ലാഹു ഞാൻ ആയിക്കോട്ടെ, അങ്ങനെ ആണെങ്കിൽ തന്നെ നബി പഠിപ്പിച്ച ആദർശവും നമ്മൾ കൊണ്ടെടുക്കുന്ന ആദർശവും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ പരമ്പരയിൽപ്പെട്ടതെല്ലാം. കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകന് നേരെ പരമ്പരയിൽപ്പെട്ടതാണ് എന്നുള്ള ആൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. പക്ഷെ നൂഹ് നബി പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായ ശിർക്കിന്റെ വിശ്വാസമാണ് ആര് കൊണ്ടുവരുന്നത്? മഹം കൊണ്ടുവരുന്നത്. അള്ളാഹ് പറഞ്ഞ പരമ്പരയിൽപ്പെട്ടതല്ല. അപ്പൊ ഇന്ന് ഇതിന്റെയൊക്കെ പരമ്പര അവകാശപ്പെടുന്ന ആളുകൾ ഒന്ന് ആലോചിക്കണം, നമ്മൾ അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച പരമ്പരയിൽ, ആദർശത്തിന്റെ പരമ്പരയിൽ തന്നെയാണോ നിലകൊള്ളുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നൂഹ് നബി ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവിശ്വാസികളുടെ വിഷയത്തിൽ നീ എന്നോട് ശുപാർശ പറയരുതെന്ന് താക്കീത് കൊടുത്തു. അതൊരു അബദ്ധമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം വഇല്ലാ തഗ്ഫിർ ലി വതർഹംനി അകുൻ മിനൽ ഖാസിരീൻ. റബ്ബേ, എനിക്ക് വിവരമില്ലാത്ത വിഷയത്തിൽ നിന്നോട് ഞാൻ ചോദിക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടാം. നീ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ, എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോയതായി തീരും.
അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വേറെ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനകൾ കാണാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർലി. അദ്ദേഹം അബദ്ധത്തിൽ ഒരാളെ വധിക്കുകയും ഇടിച്ചപ്പോൾ ആ ആള് മരണപ്പെട്ടു പോയി. പാപമാണെന്ന് മനസ്സിലായി അദ്ദേഹം ഇസ്തിഗ്ഫാർ തേടി. ഇങ്ങനെ ധാരാളം അമ്പിയാക്കളുടെ ഇസ്തിഗ്ഫാറുകൾ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, നമ്മുടെ മാതൃകയായ, നമ്മുടെ കുതുവത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരാണ് ഒരു ദിവസത്തിൽ 100 തവണ അദ്ദേഹം ഇസ്തിഗ്ഫാർ തേടുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം. യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ തേടണം. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ, ഞാൻ അല്ലാഹുവിനോട് ഒരു ദിവസത്തിൽ 100 തവണ ഇസ്തിഗ്ഫാർ തേടാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പാപം ചെയ്യാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിൽ 100 തവണ ഇസ്തിഗ്ഫാർ തേടും. ഈ പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളോ ഒരു ദിവസം എത്ര നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മൾ അള്ളറിയാ എന്താ പറയുക, നമ്മുടെ കൽബറിയാത്ത, അള്ളാഹിനെ കുറിച്ച് ബോധമില്ലാത്ത നിസ്കാരം കഴിഞ്ഞ അസ്തഗ്ഫിറുള്ളവർ. ഇതല്ലാതെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ, അതിന്റെ പേരിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് സഹോദരന്മാരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു അസറിൽ നമുക്ക് കാണാം, ലൈസൽ ഖൈറു അൻ യക്സുറ മാലക വലദുക. നിനക്ക് കുറെ സമ്പത്ത് ഉണ്ടാവല്, കുറെ മക്കൾ ഉണ്ടാവല്, ഇതൊക്കെ ഒരു വലിയ ഖൈറായിട്ട് നീ കാണേണ്ടതില്ല. കാരണം അത് അവിശ്വാസികളായ ആളുകൾക്കുണ്ട്, അത് വലിയ ഖൈറൊന്നല്ല. വലാകിന്നൽ ഖൈറ അൻ യക്സുറ ഇൽമുക, മറിച്ച് നിനക്ക് ഖൈർ എന്താണെന്ന് അറിയോ? അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള ഇൽമ നിനക്ക് ഉണ്ടാവലാണ്. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നിനക്ക് ഇൽമുണ്ടോ, നിനക്ക് ഖൈർ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ സഹിക്കലാണ്, വിവേകം കാണിക്കലാണ്, അവിവേകം കാണിക്കാതിരിക്കലാണ്. അതാണ് ഖൈർ. ഖൈർ എന്തൊക്കെയാണെന്ന് പഠിപ്പിക്കുകയാണ്. നീ ചെയ്യുന്ന ഇബാദത്ത് ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതിരിക്കലാണ് ഖൈർ. പേരിനും പോരിനും പ്രശസ്തിക്കും കയ്യടിക്കും ക്യാമറയുടെ മുമ്പിലും, ക്യാമറ ഉണ്ട് തോന്നുന്നില്ലേ, ഇതിന്റെയൊക്കെ മുമ്പിൽ നിന്നിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ പേരിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കല്. അതല്ല, അവനവൻ ചെയ്യുന്നത് അത് പരമാവധി രഹസ്യമാക്കി വെക്കാം. അത് അള്ളാഹ് ചെയ്തത് വലിയൊരു ഖൈറാണ്. മാത്രമല്ല നീ നിനക്കൊരു നന്മ ചെയ്യാൻ സാധിച്ചാൽ അതിന്റെ പേരിൽ നീ അള്ളാഹിനെ സ്തുതിക്കണം എന്നാണ്. കാരണം എന്താ? ആ നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകിയത് അള്ളാഹ്. ഇതിന്റെ പേരിൽ നീ അള്ളാഹിനെ സ്തുതിക്കണം. നിന്റെ ജീവിതത്തിൽ അറിയാതെ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അള്ളാഹുവിനോട് നീ ഇസ്തിഗ്ഫാർ തേടണം. എങ്കിൽ നീ മനസ്സിലാക്കിക്കോ, നീ ഖൈറിലാണ്. എന്തൊക്കെയാണ് ഖൈർ പഠിപ്പിച്ചത്? ഒന്ന് പഠിപ്പിച്ച് ദീനിൽ ഇൽമുണ്ടാക്കുക. അതുപോലെ എന്തെങ്കിലും ജീവിതത്തിൽ അബദ്ധം, എന്തെങ്കിലും എന്താ പറയാ പ്രയാസങ്ങൾ വരുന്നു കഴിഞ്ഞാൽ അവിവേകം കാണിക്കാതിരിക്കുക, ക്ഷമയോടുകൂടി അതിനെ നേരിടാൻ കഴിയുക. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പരമാവധി മറച്ചു വെക്കുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പരസ്യമാക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്പോ സദക്കനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവര് രഹസ്യമായി പരസ്യമായിട്ടും കൊടുക്കുന്ന, അത് ഏതൊക്കെയാണെന്നുള്ളത് പണ്ഡിതന്മാർ വേറെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കുറെ സമയം വേണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമാവധി എന്ത് ചെയ്യണം? ഇബാദത്തുകളെ രഹസ്യമാക്കണം. അതുപോലെ നന്മ ചെയ്യാൻ അവസരം കിട്ടിയ അള്ളാഹ് തന്ന തൗഫീഖാണെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹിനെ സ്തുതിക്കുക. എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോയാൽ ഉടനെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. ഈ ഒരു സ്വഭാവം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന് ഖൈർ കിട്ടിയിട്ടുണ്ട് എന്നാണ്. സഹോദരന്മാർ, ഈ ഒരു ഖൈർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. നമ്മൾ ഖൈറായിട്ട് കണ്ട് കുറെ പൈസ ഉണ്ടാക്കാം, കുറെ വേറെ എന്തെങ്കിലും ഉണ്ടാവാം. ഇതൊക്കെയാണ് നമ്മളെ ഖൈർ. ഇതല്ല ഖൈർ. ഞാൻ പറഞ്ഞല്ലോ, സമ്പത്തൊക്കെ നമ്മളെക്കാളും കൂടുതൽ അവിശ്വാസികളായ ആളുകൾക്കുണ്ട്. അവർക്ക് മറ്റു ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളുണ്ട്. അതിന് വലിയ ഖൈറായിട്ടല്ല നമ്മൾ കാണുന്നത്. മറിച്ച് ഈ പറഞ്ഞ ഖൈറുകൾ നമുക്കുണ്ടാകണം. ഉണ്ടാകണമെങ്കിൽ സഹോദരന്മാർ ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, ഒരു താബി പണ്ഡിതനാണ് റബീ ഇബ്നു ഹുസൈൻ. അദ്ദേഹം തന്റെ ശിഷ്യഗണങ്ങളോട് പറയുമായിരുന്നു,
നിങ്ങൾക്ക് രോഗം എന്താണെന്ന് അറിയോ? രോഗത്തിനുള്ള മരുന്ന് എന്താണെന്ന് അറിയോ? അതിന്റെ ശിഫ എന്താണെന്ന് അറിയോ? അപ്പൊ അവര് പറയില്ല, അറിയുകയില്ല. അദ്ദേഹം പറയും രോഗമെന്ന് പറഞ്ഞാൽ പാപമാണ്. അതിനുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറാണ്. ആ തിന്മയിൽ നിന്ന് നീ ശരണം തേടി ഇസ്തിഗ്ഫാർ തേടി മടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു പോകാതിരിക്കൽ ശിഫ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം. നമ്മൾ ചില രോഗത്തിന് മരുന്ന് പിടിക്കും, പിന്നെ ആ രോഗം വന്നാൽ പൂർണ്ണമായിട്ട് സുഖമായിട്ടില്ലല്ലോ. അപ്പൊ ഏതൊരു തിന്മയിലാണ് നമ്മൾ അകപ്പെട്ടത്, അതിൽ നിന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടി വീണ്ടും അതിലേക്ക് പോകാതിരുന്നാൽ നമുക്ക് ശിഫ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിലോ വീണ്ടും നമ്മൾ മരുന്ന് കഴിക്കണം. എന്താ മരുന്ന്? ഇസ്തിഗ്ഫാറാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് തരം രോഗമുണ്ട്. ഒന്ന് ഭൗതിക രോഗം, രണ്ട് ആത്മീയ രോഗം. ഭൗതിക രോഗത്തിന്റെ കെടുതികൾ നമ്മുടെ മരണത്തോടു കൂടി അവസാനിച്ചു കഴിഞ്ഞു. എത്ര വലിയ രോഗമായിക്കോട്ടെ, എത്ര വലിയ കഷ്ടപ്പാടായിക്കോട്ടെ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിന്റെ കെടുതി കഴിഞ്ഞല്ലോ. എന്നാൽ ആത്മീയ രോഗത്തിന്റെ കെടുതികൾ ഇവിടുന്ന് കഴിയില്ല. അത് പരലോകത്ത് അനന്തമായി നിലനിൽക്കുന്നത്. അതാണ് രോഗങ്ങൾ. ഇതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിഫാഖ് ഒരു രോഗമാണ്. അതുകൊണ്ടല്ലേ മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് മറവ്, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട് എന്നാണ്. ഏത്? ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചല്ല പറഞ്ഞു, കൽബിലുള്ള നിഫാഖിനെ കുറിച്ചിട്ടാ പറഞ്ഞു. ഇതുപോലെ അഹങ്കാരം, കിബറ്, പക, ഹസദ്, അസൂയ, നിഫാഖ്, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ അന്യ സ്ത്രീകളെ കൽബ് കൊണ്ട് നടക്കുന്നത്, അത് നിഫാഖിന്റെ ഒരു അടയാളമാണ്. അത് നിഫാഖിന്റെ ഒരു അടയാളമാണ്. അന്യ സ്ത്രീകളുമായിട്ടുള്ള രഹസ്യ ബന്ധങ്ങളിൽ, അതുപോലെ ഹറാമായ രൂപത്തിൽ പണം സമ്പാദിക്കല്, ഇതൊക്കെ എന്താണ്? കാപട്യത്തിന്റെ വ്യത്യസ്തമായ മേഖലകളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെയൊക്കെ കെടുതികള് പരലോകത്ത് അനന്തമായിട്ട് നിലനിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഭൗതിക രോഗം, ശാരീരികത്തിന് രോഗം വരുമ്പോൾ ഏതറ്റം വരെ ചികിത്സിക്കാൻ വേണ്ടി ഓടിയെടുക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ. എത്ര നല്ല ചികിത്സ കിട്ടും, എത്ര പണം വേണമെങ്കിലും അതിൽ നമ്മൾ വാരിയെറിയാറുണ്ട്. എങ്കിൽ ഇത്തരത്തിലുള്ള ആത്മീയ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിന് പറഞ്ഞിട്ടുള്ള ഇസ്തിഗ്ഫാർ എന്ന മരുന്ന് നമ്മൾ എത്രയധികം സേവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. മഹാനായ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആൻ യദുല്ലുക്കും അലാ ദാഇക്കും വദവാഇക്കും. ഈ ഖുർആൻ നിങ്ങൾക്ക് രോഗത്തിനുള്ള മരുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം രോഗം എന്ന് പറഞ്ഞത് ഇത് പാപങ്ങളാണ്, അതിനുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗ്ഫാറാണ്. ഇതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പഠിപ്പിക്കാൻ ഒരു മനുഷ്യന് ഹൃദയ വിശാലത കിട്ടുന്നില്ലെങ്കിൽ, ഹൃദയ വിശാലത എന്ന് പറഞ്ഞാൽ ഷറഹ് സ്വദർ എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെ പഠിക്കുകയാണ്. എന്ത് കിട്ടിയാലും മതിയാവില്ല, എപ്പോഴും ഒരു ഇടുക്കുണ്ടാവും. മാനസികമായിട്ടൊരു വിശാലത ഈ മനുഷ്യന് കിട്ടുന്നില്ല. അള്ളാന്റെ വിധികൾ മനസ്സിലേക്ക് സ്വീകരിക്കാൻ മനസ്സ് പാകപ്പെടുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ കസ്വത്തുൽ ഖൽബിന്റെ ഭാഗം, ഹൃദയത്തിന്റെ ഇടുക്കമാണ്. എന്നാൽ അത് മാറിയിട്ട് ഹൃദയത്തിൽ ഒരു വിശാലത കിട്ടാനുണ്ട്. ഈ വിശാലത ഒരു മനുഷ്യന് ലഭിക്കുന്നില്ല എങ്കിൽ, അതുപോലെ തന്നെ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ഈമാനിന് ഒരു മാധുര്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു അന്യ സ്ത്രീ പോകുന്നു, ഒരാള് നേരെ ഓപ്പോസിറ്റ് വരുന്നു. അങ്ങനെ ഈ അന്യ സ്ത്രീയെ കണ്ടിട്ട് ഈ മനുഷ്യന് കണ്ണ് താഴ്ത്തിട്ട് മാറി നടന്നാൽ, കണ്ണ് താഴ്ത്തി മറികടന്നു പോയാൽ അവന്റെ കൽബിൽ ഈമാനിന് ഒരു മാധുര്യം അനുഭവിക്കാൻ കഴിയുന്നു. ഇതൊക്കെ നമുക്ക് കഴിയും. ഇത് ഒറ്റക്കാവുമ്പോഴാണ്. കൂടെ ഭാര്യയുണ്ട്, ഞാൻ പോളെ നോക്കിയാൽ ഉള്ള എന്താ വിചാരിക്കാം, അതിന്റെ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ച അങ്ങനല്ല. ആരുമില്ല, അള്ളാഹ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഇയാൾ അള്ളാഹിനെ പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്? അയാൾ കണ്ണ് താഴ്ത്തി പോയാൽ കൽബിലൊരു ഈമാന്റെ മാധുര്യം കിട്ടുന്ന, ഇങ്ങനെ ഈമാനിന്റെ മാധുര്യം രുചിക്കുന്ന പല മേഖലകളുണ്ട്. ആ മേഖലകളിൽപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മനുഷ്യൻ ഈമാന്റെ മാധുര്യം ഒരു തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. നൂറുൽ ഹിദായ, സന്മാർഗത്തിന്റെ പ്രകാശത്തിൽ നടക്കാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ അവൻ തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ.
അപ്പൊ മനുഷ്യൻ എന്തുണ്ടാവും? ഈ പറഞ്ഞ സാധനങ്ങൾ കിട്ടുന്ന. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, മനുഷ്യൻ ചെയ്യുന്ന ഇസ്തിഗ്ഫാർ അവൻ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനയേക്കാളും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആവിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ടതാണ് എന്ത്? മനുഷ്യൻ ചെയ്യുന്ന ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കണം. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് ഇബ്നു റജബുൽ ഹംബലി ജാമിഉൽ ഉലൂമിൽ കൊടുത്തൊരു ഉദ്ധരണിയുണ്ട്. അദ്ദേഹം പറയാ, അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ ഫീ ബുയൂതികും അലാ മവാഇദികും വഫീ തുർക്കികും വഫീ അസ്വാഖികും വഫീ മജാലിസികും വഅൈനമാ കുൻതും വഅൈനമാ കുൻതു ഫഇന്നകും ലാ തദ്റൂന മതാ തൻസിലുൽ മഗ്ഫിറ. നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ വീട്ടിലാകുമ്പോൾ, ഭക്ഷണത്തിന് മേശക്കരികിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ അങ്ങാടിയിൽ പോകുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ, വഴിയിലൂടെ നിങ്ങൾ പാസ് ചെയ്തു പോകുമ്പോൾ ഒക്കെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. കാരണം എന്താ? നിങ്ങൾക്കറിയില്ല എപ്പോഴാണ് ഈ മഗ്ഫിറത്ത് ഇറങ്ങാൻ. മഗ്ഫിറത്ത് എപ്പോഴും ഇറങ്ങാൻ നമുക്കറിയില്ലല്ലോ. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നത്. ഇനി നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാതിരുന്നാൽ എന്താ പ്രശ്നം? ആ റിപ്പോർട്ട് നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയ്യ യസ്ലു റഹ്മ വയുത്ഇമുൽ മിസ്കിൻ ഫദാക ഫഹൽ ദാക നാഫിഅ. ഒരു ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ജാഹിലിയത്തിലുള്ള മുശ്രിക്കായ ഒരു മനുഷ്യനാണ്. അയാള് ജീവിച്ചിരിക്കുന്ന കാലത്ത് കുടുംബ ബന്ധം നന്നായി ചേർത്ത മനുഷ്യനാണ്. പാവങ്ങളൊക്കെ ഒരുപാട് സഹായിക്കും, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദ്യം എന്താ? റസൂലെ, നാളെ മരിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് ഇത് ഉപകരിക്കുമോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അയാൾക്ക് ഉപകരിക്കൂല. അതിന്റെ കാരണം റസൂൽ പറഞ്ഞെന്താ? ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതീഅതി യൗമിദ്ദീൻ. ഈ മനുഷ്യൻ ഒരു ദിവസം പോലും റബ്ബേ എന്റെ പാപം നീ പുറത്തു തരണം എന്ന് ഈ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ പരലോകത്ത് എന്റെ പാപം നീ പുറത്തു തരണമെന്ന് ഈ മനുഷ്യൻ ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇയാളുടെ ഉപകരിക്കൂല. സത്യത്തിൽ ഈ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കണം എന്തിനാണ്? അവിശ്വാസികളായ ആളുകളുടെ അമലുകൾ പരലോകത്ത് ഉപകരിക്കുകയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എന്തിനത് കൂടെ ഉദ്ധരിച്ചത്? അവിശ്വാസിയുടെ ഒരു സ്വഭാവമാണ് പാപമോചന പ്രാർത്ഥന നടത്തൂല. എങ്കിൽ നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ഒരു ദിവസത്തിൽ എത്ര നടത്തുന്നുണ്ട്? അവിടെയാണ് നമ്മൾ ഈ അവിശ്വാസിയോട് നമുക്ക് സാമ്യമുണ്ടോ? തീരെ നടത്തുന്നില്ലേ? ഇല്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം ഇത് നമുക്ക് ഉപകരിക്കണമെങ്കിൽ നമുക്ക് ഇസ്തിഗ്ഫാർ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. ഇനി എന്താണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ? നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ പറയും. എന്താ ശരിക്കും എന്റെ അർത്ഥം? ഇസ്തിഗ്ഫാർ എന്ന പദത്തിന് 3 ആശയങ്ങൾ ഉണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടലാണ് ഇസ്തിഗ്ഫാർ. ഗഫറ എന്ന പദത്തിൽ നിന്നാണ് ഇത് വന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ യുദ്ധത്തിനൊക്കെ പോകുന്ന സൈന്യങ്ങൾ, പടയാളികൾ ഒരു തലയിൽ വെക്കുന്ന ഒരു തൊപ്പിയുണ്ട്, കവചം. അതിന് പറയും മഗ്ഫർ എന്നാ പറയും. അതിനാ 2 കാരണമാണ്. ഒന്ന്, തലക്ക് സംരക്ഷണം കിട്ടാൻ. 2, തല മറച്ചു വെക്കാൻ. അതിനാണ് ഇസ്തിഗ്ഫാർ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. അതിൽ വരുന്ന ഒരു ആശയം, അള്ളാഹുവേ എന്റെ തെറ്റുകൾ നീ മറച്ചു വെക്കണേ എന്ന്. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ ചെയ്ത തെറ്റ്, സ്വകാര്യ തെറ്റുകളൊക്കെ ലോകം അറിഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞവർ ഒരാളെ നമുക്ക് സലാം ചെല്ലൂല. നമ്മൾ മാന്യന്മാരായിട്ട് നടക്കണം. എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ വീട്ടുകാരറിയരുത്, നാട്ടുകാരറിയരുത്, ഭാര്യ അറിയരുത്, മക്കൾ അറിയരുത്, സഹപ്രവർത്തകരെ അറിയരുത്, ഒക്കെ അറിയരുതെന്ന് പേടിച്ചിട്ട് നമ്മൾ പല ഒളിച്ചു പാതിയൊക്കെ ചെയ്യും. എന്നാൽ നാളെ മഹ്ശറിൽ ജനകോടികൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് വെളിവാക്കുമ്പോൾ നമ്മളെ ഏത് മണ്ണ് കൊണ്ടേറ്റ് നമ്മളെ തല ഒളിപ്പിച്ചേക്കാൻ നമ്മൾ അവിടെയും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മൾ അപമാനിതനാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്, റബ്ബേ നാളെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നോർക്കില്ലേ വഷളാക്കല്ലേ. ഇവിടെ നമുക്ക് ഭയങ്കര ബിരുദന്മാരാണ്, എല്ലാരും പറ്റിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടക്കാത്തൊരു ലോകമുണ്ട്. അവിടെ നമ്മുടെ രഹസ്യങ്ങൾ
രഹസ്യങ്ങളൊക്കെ ചുരുളയക്കപ്പെടുന്ന ആ ഒരു ദിവസത്തിൽ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് ഏത് മറക്കുള്ളിൽ പോയിട്ട് നമ്മൾ നിൽക്കും? അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകൾ മറച്ചു പിടിക്കണം. അങ്ങനെ പിടിക്കുമെന്ന് ഹദീസിൽ കാണും. സത്യവിശ്വാസിയെ തന്നിലേക്ക് മറച്ചു പിടിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നീ ചെയ്ത തെറ്റുകളൊക്കെ കുറിച്ച് നിനക്ക് അറിയോ? അറിയാം. നീ അംഗീകരിക്കുന്നുണ്ടോ? എന്റെ മലക്കുകൾ നിന്റെ പേരിൽ ഇല്ലാത്ത ധൈര്യം ഉണ്ടാക്കിയതാണ്. എല്ലാം നീ സമ്മതിക്കുന്നുണ്ടോ? എല്ലാം അംഗീകരിച്ച്. അവസാനം ഈ മനുഷ്യൻ വിചാരിച്ചു, ഞാനിതാ നശിക്കാൻ പോകാം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ തെറ്റുകൾ നിനക്ക് വേണ്ടി ഞാൻ ദുനിയാവിൽ മറച്ചു വെച്ചു. ഇതുപോലെ പരലോകത്തിൽ നിനക്ക് വേണ്ടി ഞാൻ ഇത് ഇവിടെ ഞാൻ മറച്ചു പിടിക്കുകയാണ്. ആലോചിച്ചു, ഈ മറച്ചു പിടിക്കാനുള്ള തേട്ടമാണ് ഇസ്തിഗ്ഫാർ. രണ്ടാമത്തത്, ആ തിന്മയുടെ കെടുതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദുനിയാവിലും കെടുതി വരും, ആഖിറത്തിലും കെടുതി വരും. ഈ കെടുതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവേ ഇതിന്റെ ശിക്ഷ എനിക്ക് ബാധിക്കല്ല, ഇത് തേടലാണ് ഇസ്തിഗ്ഫാർ. മൂന്നാമത്തതോ, ഇതൊരു ഇബാദത്താണ്, അതിൽ നിന്നൊരു പ്രതിഫലം നമുക്ക് കിട്ടും. ആ പ്രതിഫല തേട്ടവും ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും, ഒരു പദത്തിൽ എന്തെങ്കിലും ആശയങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുക. രണ്ട്, ഇതിന്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കാതിരിക്കുക. മൂന്ന്, ഇതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുക. ഈ ആശയം ഉൾക്കൊള്ളുന്ന പദമാണ് ശരിക്കും ഇസ്തിഗ്ഫാർ. അപ്പൊ നമ്മൾ അല്ലാഹുവിനെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്റെ തെറ്റ് നീ മറച്ചു വെക്കണം. ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ ദുനിയാവിലും ആഖിറത്തിലും നീ എന്നെ പിടികൂടരുത്. മൂന്നാമത്തേത്, ഇത് ഞാൻ ചെയ്യുന്ന ഇബാദത്താണ്, ഇതിന് നീ എനിക്ക് പ്രതിഫലം നൽകണം. ഈ മൂന്ന് ആശയങ്ങളിൽ ഇസ്തിഗ്ഫാർ എന്ന പദത്തിനകത്തുണ്ട് എന്നാണ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത്, ഇസ്തിഗ്ഫാർ എന്നത് ഒരു ഇബാദത്താണ്. നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ കൂലി തേടുന്നത്. ഇബാദത്തുകൾ മുഴുവനും ആർക്കാണ്? അള്ളാഹുവിന്. അള്ളാഹുവിന്റെ ഒരു പടത്തിന് നമ്മൾ ഇബാദത്ത് കൊടുക്കാൻ പറ്റില്ല. അത് മലക്കിനും പാടില്ല, ജിന്നിനും പാടില്ല, അമ്പിയാക്കൾക്കും പാടില്ല, ഔലിയാക്കൾക്കും പാടില്ല, മരിച്ചവർക്കും പാടില്ല, ജീവിച്ചിരിക്കുന്നവർക്കും പാടില്ല, മനുഷ്യന്മാർക്കും പാടില്ല, മറ്റു സൃഷ്ടികൾക്കും ഒന്നും പാടില്ല. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, നമ്മൾ ഉമ്മത്തിലെ പല ആളുകളും ഈ ഇസ്തിഗ്ഫാറിന്റെ വചനം അല്ലാത്തവരോട് ചോദിക്കുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ മൗലൂദ് കിതാബിലൊക്കെ കാണും, നബിനെ വിളിച്ചിട്ടാ പറയുന്നത്, പാപമെന്ന കപ്പലിൽ ഞാൻ കയറിയിട്ടുണ്ട്, ഒരുപാട് പാപം ചെയ്തു, താങ്കളുടെ അടുക്കലേക്ക് ഞാൻ വരാണ് പരാതിയുമായി ആവലാതിയുമായി. എനിക്ക് പുറത്തന്നെ. ആരോട്? അള്ളാന്റെ റസൂലിന്. എപ്പോഴാ പറയുന്നത്? പരിശുദ്ധ റമളാനിന്റെ 17 അന്ന് മദനികൾ ആണ്ട് പറഞ്ഞിട്ട് ചെല്ലണം മങ്കൂസ് മൗലൂദൊക്കെയാണ്, അതൊരു ബദർ മൗലൂദ്. ഇതിലൊക്കെയാണ് ഇതുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇത് ഇബാദത്താണ് സഹോദരന്മാരെ. ഇത് അള്ളാഹിനോടാ ചോദിക്കും. അള്ളാഹ് ചോദിക്കും, അല്ലാതെ പാപം കൊടുക്കാൻ ആരുണ്ട്? എന്നൊരു ചോദ്യമല്ല. ആ ചോദ്യത്തിന് പണ്ഡിതന്മാർ പറയും ഇസ്തിഗ്ഫാറുൽ ഇൻകാരി എന്നതിന് അറബി ഭാഷയിൽ പറയും. നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. ഒരാളും ഇല്ല എന്ന് പറയാൻ വേണ്ടി. ആയത്തുൽ കുർസിയിൽ കേട്ടില്ലേ, മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അള്ളാന്റെ അടുക്കൽ അള്ളാന്റെ ശുപാർശ അനുവാദം കൂടാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചോദിച്ചാൽ ആരും ഇല്ല എന്നാണ്. എന്നിട്ട് നമ്മൾ പറയാ, ഏറ്റവും കൊടുക്കും, ഇപ്പം കൊടുക്കും, റസൂല് കൊടുക്കും, ആ ബദരീങ്ങൾ കൊടുക്കും. സുബ്ഹാനല്ലാഹ്, സഹോദരന്മാരെ, ഇത് ഇബാദത്താണ്, അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇസ്തിഗ്ഫാർ തേടണം. നമുക്ക് ഏത് ഭാഷയിലും അള്ളാഹിനോട് തേടണം. പഠിച്ചോനെ എനിക്ക് പുറത്തിറങ്ങി, യാ അല്ലാഹ്, യാ ഗഫാർ, യാ ഗഫൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അള്ളാഹുവിനോട് ഏത് ഭാഷയിലും നമുക്ക് തേടാം. എന്നാൽ ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള പദങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഖുർആനിൽ വന്ന, ഞാൻ പറഞ്ഞില്ല, അമ്പിയാക്കളുടെ ഒരുപാട് ഇസ്തിഗ്ഫാർ ഉണ്ട്. ആദം നബി അലൈഹി സ്വലാമിന്റെ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ, അതുപോലെ സൂറത്ത് ബഖറയുടെ ആമന റസൂൽ അവസാന ഭാഗത്ത് മുഅ്മിനീങ്ങളുടെ ഇസ്തിഗ്ഫാർ ഒക്കെ ഉണ്ട്. അത്തരം ഇസ്തിഗ്ഫാർ പദങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെല്ലാൻ പഠിപ്പിച്ചു. അല്ലാഹു അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വഅന അലാ അഹ്ദിക വബഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർലി വഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത് പാപമോചന പ്രാർത്ഥനയുടെ തലവനാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇങ്ങനെയുള്ള ഏത് പദങ്ങളും നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെ റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഞാൻ അതൊന്നുമില്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഞാൻ അതിലും കുറവാണ് അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ ഖുർആനിൽ സുന്നത്തിൽ വന്ന പദങ്ങൾ കൊണ്ട് നമുക്ക് ഇസ്തിഗ്ഫാർ നിരന്തരമായി നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്ന സഹോദരന്മാരെ നമുക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ നേട്ടം? ഒന്നാമത്തെ നേട്ടം, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ഇതെല്ലാം ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും പരമപ്രധാനമായ നേട്ടം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅ നുക്തത ഫീ ഖൽബിഹി നുക്തത സൗദാ. ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്ന. നമ്മുടെ ഹൃദയം എപ്പോഴും വെള്ളക്കടലാസ് പോലെയാണ്. പക്ഷെ നമ്മുടെ പാപങ്ങൾ അതിന്റെ ആ വെള്ളക്കടലാസിൽ ഇങ്ങനെ കറകൾ വീഴ്ത്തും, കറുത്ത പുള്ളികൾ വീഴ്ത്തും. എന്നാ തെറ്റ് ചെയ്ത മനുഷ്യൻ ഉടനെ പശ്ചാത്തപിച്ചു അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കഴിഞ്ഞാൽ ആ കറ അവിടെ നീക്കം ചെയ്യപ്പെടുന്ന, എന്നിട്ടത് വീണ്ടും വെളുത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന. ഇനി എന്ന മനുഷ്യൻ പാപം ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല, വീണ്ടും പാപം ആവർത്തിക്കും. അപ്പൊ എന്താ? പുള്ളികൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. എത്രത്തോളം അല്ല ഖുർആനിൽ പറഞ്ഞ കറ പിടിക്കുന്ന അവസ്ഥയിലേക്ക് കേട്ടില്ല? സൂറത്ത് മുത്തഫിഫിൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ സമ്പാദിച്ചത് നിമിത്തം അവരുടെ ഹൃദയത്തിന് കറ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കൽബിന് കറ പിടിച്ചു കഴിഞ്ഞാൽ ആ കൽബിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സീൽ വെക്കുക, മുദ്ര വെക്കുക. ഖുർആനിൽ എത്ര ആയത്തുണ്ട്, ഖതമല്ലാഹു അലാ ഖുലൂബിഹി, അല്ലാഹു അവരുടെ ഹൃദയത്തിന് സീൽ വെച്ചു എന്ന് പറഞ്ഞ കൽബ് അല്ലാഹു കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ഹൈർ അങ്ങോട്ട് കയറൂല, അതിലുള്ള കുഫറും പാപങ്ങളും പുറത്തേക്ക് പോകൂല, പിന്നെ അവൻ എന്ത് കേട്ടാലും മാറൂല. ഇത് എന്തുകൊണ്ട് വരുന്നാലും ഈ സീല് വരുന്ന, നോക്കൂ നിങ്ങൾ, ഈ ആയത്തിന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഇന്ന ദുനൂബ തതാബഅത് അലൽ ഖുലൂബി അഖലത്തഹാ. ഒരു മനുഷ്യൻ നിരന്തരമായി പാപം ചെയ്തുകൊണ്ടിരുന്നാൽ അവന്റെ ഹൃദയം അടച്ചുപൂട്ടും. വഇദാ അഗ്ലഖ്തഹാ അതാക ഹീനഹിദിൽ ഖത്ബ് മിൻ ഖിബലില്ലാഹി തആല വത്തബഅ. ഹൃദയം അടിച്ചു പൂട്ടിക്കഴിഞ്ഞാൽ ആ അടച്ചു പൂട്ടിയ ഹൃദയത്തിന്റെ മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് ഈ സീല് വെക്കാം. അങ്ങനെ സീല് വെച്ചാലോ ഫലാ യകൂന ലിൽ ഈമാനി ഇലൈഹാ മസ്ലക് വലാ ലിൽ കുഫ്രി അൻഹാ മുഖല്ലസ്. ഈ ഖൽബിലേക്ക് പിന്നെ ഒരു ഈമാൻ കയറൂല. ഈ ഖൽബിന്റെ അകത്തുള്ള കുഫർ പോലെയുള്ള സാധനങ്ങൾ പുറത്തേക്ക് പോകൂല. ഫദാലിക വൽ ഖത്മു വതബഉ അല്ലദി ദുകിറ ഫീ ഖൗലിഹി തആല. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ സീൽ വെക്കല്. എന്നിട്ട് അദ്ദേഹം ബഖറയിൽ ആയത്ത് ഓതാ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അവരുടെ ഖൽബിൽ അല്ലാഹു സീൽ വെച്ചിട്ട് അതുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കൂല. അള്ളാന്റെ റസൂല് പോലും ദൈവത്തെ അടുത്താലും വിശ്വസിക്കില്ല. എന്താ കാരണം? കൽബിൽ സീല് വെച്ചു. എന്താ സീല് വെക്കാൻ കാരണം? പാപം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട്. പാപം തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന കൽബ് അടച്ചു പൂട്ടും. അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ അള്ളാന്റെ ഭാഗത്ത് സീല് വരുന്നു. അപ്പൊ പാപം നിരന്തരം വന്ന് കറ പിടിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇസ്തിഗ്ഫാർ നടന്നു കൊടുക്കണം. ഇസ്തിഗ്ഫാർ നടന്നിട്ട് കറ പിടിച്ചു കഴിഞ്ഞാൽ ഹൃദയം പൂട്ടും, അതിന്റെ മുകളിൽ സീല് വരും, പിന്നെ ആ മനുഷ്യൻ ഒരിക്കലും നന്നാവില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യത്തിലാണ്. നമ്മുടെ ഖൽബ് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഖുൽതു ലിശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ യൗമൻ സുഇല ബഅദു അഹ്ലിൽ ഇൽമി അയ്യുഹുമ അൻഫഉ ലിൽ അബ്ദി തസ്ബീഹി അവൽ ഇസ്തിഗ്ഫാർ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസ്താദായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ആളുകൾ ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യന് തസ്ബീഹ്, തഹ്മീദ് പോലെയുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പോലെയുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതാണോ ഏറ്റവും നല്ലത് എന്ന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ഇതിനെന്താണ് ഉത്തരം കൊടുക്കേണ്ടത്? അപ്പോൾ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്, ഇദാ കാന സൗബു നഖിയ്യൻ ഫൽ ബഖൂറു മാഉൽ വറദി
أنفه له وإذا كان دنسا فالصابون والماء أنفه به. ഒരു മനുഷ്യന്റെ ഷർട്ട്, ആ ഷർട്ട് നല്ല വൃത്തിയുണ്ട്, അഴുക്കും ചെളിയും പിടിക്കൊന്നില്ല എങ്കിൽ ആ ഷർട്ടിന് ഏറ്റവും നല്ല അത്തർ പൂശലാണ്. എന്നാൽ ഒരു ഷർട്ടിന്റെ മുകളിൽ അഴുക്കും മാലിന്യങ്ങൾ ഉണ്ടെങ്കിലോ അത്തർ പൂശലല്ല, അത് കഴുകി വൃത്തിയാക്കലാണ്. എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറിനെ ഇബ്നു തൈമിയ്യ ഉപമിച്ചിട്ടുള്ളത് സോപ്പും വെള്ളത്തോടാണ്. എന്നാൽ അത്തറിനെ ഉപമിച്ചിട്ടുള്ള തസ്ബീഹ് തഹ്മീദ് ദിക്റുകളോടാണ്. നമ്മുടെ ജീവിതത്തിൽ പാപക്കറകൾ ഉണ്ടെങ്കിൽ കുറെ തസ്ബീഹും തഹ്മീദും ചൊല്ലി നടക്കലല്ല, അത് മലിനമായ ഷർട്ടിന്റെ മുകളിൽ അത്തർ പൂശി നടക്കുന്നത് പോലെ ഉണ്ടാവും. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പാപക്കറകൾ ഉണ്ട് എങ്കിൽ അത് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകണം ആദ്യം, എന്നിട്ടാണ് പൂശേണ്ടത്. അപ്പൊ ഇസ്തിഗ്ഫാറാണ് നമുക്ക് വേണ്ടത്. പണ്ഡിതന്മാർ പഠിപ്പിച്ചോണ്ട് നോക്കി നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉള്ളത് കൂടുതൽ പാപങ്ങളാണ് എങ്കിൽ ആ പാപക്കറകൾ നീങ്ങി കിട്ടണമെങ്കിൽ ഈ ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കണം. ഇതാണ് നമുക്ക് ഒന്നാമത്തെ നേട്ടം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. രണ്ടാമത്തത് സഹോദരന്മാരെ, നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരു തിന്മ ചെയ്തു അല്ലെങ്കിൽ അവനോട് തന്നെ അവൻ ഉപദ്രവം ചെയ്തു. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും നമ്മളെ ഉപദ്രവിക്കുകയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മകളും നമുക്ക് പരലോകത്തേക്ക് ഇടങ്ങേറുണ്ടാക്കി, പരലോകത്ത് മാത്രമല്ല ദുനിയാവിലും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓരോ കെടുതികളും നമ്മുടെ തെറ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ സുഖവും ചെറിയ ആനന്ദമൊക്കെ നമുക്ക് കിട്ടും, അത് നിമിഷ നേരങ്ങളാണ്. പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതാണ്. അപ്പൊ ഇങ്ങനെ നമ്മളോട് തന്നെ വല്ല തെറ്റ് ചെയ്യുകയോ സ്വന്തത്തെ ആക്രമിക്കുകയോ ചെയ്താൽ എന്നിട്ട് ഇസ്തിഗ്ഫാർ തേടിയാൽ ആ മനുഷ്യൻ അള്ളാഹുവിനെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമായിട്ട് കാണാൻ കഴിയും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമൻ അദ്നബ ദംബൻ സഗീറൻ കാന ഔ കബീറൻ ثم استغفر الله يجزاه الله غفورا رحيما ولو كانت ذنوب اعظم من السماوات والارض والجبال. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി അവനിക്ക് അള്ളാഹുവിനെ ഗഫൂർ റഹീമായിട്ട് കാണാൻ കഴിയും. അവന്റെ തെറ്റൊരു പക്ഷെ ആകാശത്തോളം ഉണ്ടെങ്കിലും ഭൂമിയോളം ഉണ്ടെങ്കിലും പർവ്വതങ്ങളോളം ഉണ്ടെങ്കിലും അള്ളാഹു അവന് പുറത്തു കൊടുക്കും. ഇമാം ത്വബരി അദ്ദേഹത്തിന്റെ ഖൗലായിട്ട് ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. രണ്ടാമത് നമുക്ക് കിട്ടുന്നത് എത്ര വലിയ തെറ്റായിക്കോട്ടെ റബ്ബിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ തേടിയാൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. മൂന്നാമത്തേത് സഹോദരന്മാരെ, നരകത്തിൽ നിന്നുള്ള മോചനമാണ് ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മഅശറ നിസാഇ തസദ്ദഖ്ന, സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പറയും, സ്ത്രീകളെ നിങ്ങൾ ധാരാളം സ്വതക്ക കൊടുക്കണം. നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് നിങ്ങളെയാണ്. അപ്പൊ ഒരു സ്ത്രീ ചോദിച്ചു, ഈ പെണ്ണുങ്ങൾ കൂടുതൽ നരകത്തിൽ നിങ്ങൾ കാണാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശാപവാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നു, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ നന്ദികേട് കാണിക്കുന്നു, ഇതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ നരകത്തിൽ പോകുന്നത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നിട്ട് ഇതിന് പ്രതിവിധി പറഞ്ഞു കൊടുത്തത് എന്താ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ ആ നരകത്തിൽ നിന്ന് മോചനം കിട്ടുമെന്നുള്ളത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുമ്പോൾ നരകത്തിൽ നിന്ന് എന്തുണ്ടാവും? അയാൾക്ക് മോചനം കിട്ടുന്നതാണ് ഇതിന്റെ മൂന്നാമത്തെ നേട്ടം. നാലാമത്തെ നേട്ടം സഹോദരന്മാരെ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്ന ആളുകൾ. നോക്കൂ, നിങ്ങൾ സൂറത്ത് ദാരിയാത്തിൽ സ്വർഗത്ത് പോകുന്ന മുത്തഖീങ്ങളുടെ ഗുണം എന്ന് പറയുന്നുണ്ട്. അതിൽ കാണാം, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഉൻ വബിൽഅസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ. രാത്രിയിൽ അവർ അല്പം മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ. എന്തിന്? കളി കാണാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിനോദത്തിനും ഒഴുകിയിട്ടില്ല. രാത്രിയിൽ നിസ്കരിക്കാൻ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇസ്തിഗ്ഫാർ തേടാൻ, അതിനു വേണ്ടിയിട്ടായിരുന്നു അവർ നിന്നത് എന്നാണ്.
എന്നിട്ട് അല്ലാഹു വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ വലമു അൻഫുസഹും ദക്കറുല്ലാഹ് വസ്തഗ്ഫിറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യസ്സിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ. നേരത്തെ ഞാൻ ഫസ്റ്റ് തുടങ്ങി വെച്ച ഒരു ആയത്താണ് സൂറത്ത് ആൽ ഇംറാനിൽ. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ അവന്റെ പാപം പുറത്തു കൊടുക്കും. മാത്രമല്ല അവർക്കുള്ള പ്രതിഫലം സ്വർഗലോകമാണ്. ഇസ്തിഗ്ഫാറിലൂടെ കിട്ടുന്നത് സ്വർഗമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തൂബാ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തന്റെ കർമ്മ പുസ്തകത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ കണ്ടവന് തൂബ. തൂബ എന്ന് പറഞ്ഞാൽ എന്താ? പല പണ്ഡിതന്മാരും റസൂൽ ഇങ്ങനെ പ്രശംസിച്ച് പറഞ്ഞതാണ്. പല പണ്ഡിതന്മാരുടെ അഭിപ്രായം സ്വർഗത്തിന്റെ ഒരു നാമമാണ് തൂബ എന്ന്. വേറെ അഭിപ്രായം സ്വർഗത്തിലെ ഒരു വൃക്ഷമാണെന്ന് പറയുന്നവരുണ്ട്. സ്വർഗത്തിന്റെ ഒരു പേരാണ് തൂബ എന്നുള്ളത്. അവർ ഇസ്തിഗ്ഫാർ തന്റെ കർമ്മ പുസ്തകത്തിൽ ധാരാളം കണ്ട മനുഷ്യന് സ്വർഗമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ നാലാമത്തെ നേട്ടം സഹോദരന്മാരെ നമുക്ക് സ്വർഗമാണ്. അഞ്ചാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ല യർഫഉ ദറജത ലിഅബ്ദി സ്വാലിഹി ഫിൽ ജന്ന ഫയഖൂൽ യാ റബ്ബി മിൻ ഐന ലി ഹാദാ. ഒരു വിശ്വാസിയായ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ കയറി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ താഴ്ന്ന പദവിയിലായിരിക്കും. സ്വർഗ്ഗത്തിൽ തന്നെ ഇന്ന ഫിൽ ജന്നതി മിഅത ദർജ, 100 ദർജ എന്നാ പറഞ്ഞു. ഓരോ ദർജകളും ആകാശഭൂമികളോളം വിശാലമാണ്. ആ ഓരോ ദർജകളും തമ്മിലുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം പോലെ ഉണ്ട്. അങ്ങനത്തെ 100 ദർജകളുണ്ട്. ഒരു വിശ്വാസി സ്വർഗത്തിൽ കയറാൻ പിന്നെ അവന്റെ പദവി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇയാൾ യാ റബ്ബി മിൻ ഐന ലി ഹാദാ, റബ്ബേ എനിക്ക് എന്താണ് ഈ പദവി ഇങ്ങനെ വർദ്ധിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ബി ഇസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കൾ നിനക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ തേടിയതാണ്. ഇസ്തിഗ്ഫാർ തേടുമ്പോൾ നിന്റെ ദർജ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ പോക്ക് മാത്രമല്ല, സ്വർഗത്തിലെ ദർജ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ശേഷം നമ്മുടെ മക്കൾ ചെയ്യുമ്പോഴും നമ്മുടെ ദർജ വർദ്ധിക്കുന്നു. അതിന് നമ്മൾ എന്ത് വേണം? നല്ല സാലിഹ്യങ്ങളായ മക്കളെ നിക്ഷേപിച്ചിട്ട് കൂടെ നമ്മൾ പോകണം. മനസ്സിലായോ? ഡോക്ടറും എഞ്ചിനീയറും ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആക്കിക്കൊണ്ട്, പക്ഷെ അതിന്റെ ബേസ് ഒരു സാലിഹായിരിക്കണം. അതിനുള്ള എന്തെങ്കിലും പണി നമ്മൾ ഒപ്പിച്ചെത്തുന്നുണ്ടോ? അതിനെന്തെങ്കിലും നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. നാളെ നമുക്കൊന്നും ഉയരാൻ കഴിയും. മക്കളുടെ ഇസ്തിഗ്ഫാർ. മറ്റേത് മക്കൾക്ക് തന്നെ ബോധമില്ലേ പരലോകത്തെ കുറിച്ച്, പിന്നെ നമുക്ക് ദ്രോഹിക്കും. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ് സഹോദരൻ. അപ്പൊ നമുക്ക് മക്കൾ ഇസ്തിഗ്ഫാർ തേടുമ്പോഴും നമ്മൾ തേടുമ്പോഴൊക്കെ നമ്മൾ ദർജ വർദ്ധിക്കും. മാത്രമല്ല ഇസ്തിഗ്ഫാർ അള്ളാന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാകും. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ് ലഅല്ലകും തുർഹമൂൻ. എന്താണ് അവർക്ക് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൂടെ? അങ്ങനെ തേടിയാലോ അള്ളാഹിന്റെ റഹ്മത്ത് അവർക്ക് ലഭിച്ചേക്കും. ഇങ്ങനെ ആഖിറത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ എന്തിലൂടെ കിട്ടുന്നുണ്ട്? ഇസ്തിഗ്ഫാറിലൂടെ കിട്ടുന്നു. ഇനി ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിൽ തന്നെ ഇസ്തിഗ്ഫാറിന്റെ നേട്ടങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നോക്ക്. സൂറത്ത് നൂഹിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിന്റെ ഒരു വാക്കായിട്ട് എടുത്ത് ഉദ്ധരിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തുമ്പോൾ പരലോകത്ത് ഞാൻ ഈ പറയുന്ന പ്രബോധന ദഅവത്ത് ഉൾക്കൊണ്ട് കഴിഞ്ഞ ആഖിറത്തിൽ ഇങ്ങനെ കൂലിയുണ്ട് എന്ന് മാത്രം പറയാൻ അവസാനിപ്പിക്കല്ല, മറിച്ച് ദുനിയാവിൽ ചില നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടിക്കോ, അല്ലാഹ് ഏറെ പൊറുക്കുന്നവനാണ്. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടിയാൽ മഴ നിങ്ങൾക്ക് സമൃദ്ധമായി നൽകും. ഭൂമിയുടെ എല്ലാ അനുഗ്രഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അടിസ്ഥാനം മഴയാണ്. അപ്പൊ ഭൂമിയിൽ നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹ് നിങ്ങളെ സഹായിക്കുന്നു. ചില മനുഷ്യന്മാർക്ക് കുറെ മക്കളുണ്ട്, ഒരു സഹായം കിട്ടുന്നില്ല. ഒരുപാട് പൈസ ഉണ്ട്, ഹൈറിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. നന്മന്റെ മാർഗത്തിൽ പരലോകത്തേക്ക് മുതൽ കൂട്ടാക്കിയിട്ട് നന്മയുടെ തുലാസ് വർദ്ധിപ്പിക്കാൻ പലപ്പോഴും നമുക്ക് നിക്ഷേപിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ദുനിയാവിന് വേണ്ടാത്ത ദൂരത്തിനും പൊങ്ങച്ചത്തിനും പോയി നിരഭിമാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് കുറെ ചെലവഴിക്കുന്ന ആളുകൾ.
ഏതെങ്കിലും പള്ളിയുടെ വിഷയത്തിൽ ഒന്നും വരില്ല. ഇന്ന ക്ലബ് ഉണ്ട്, അവർ അന്ന് എന്താ വെച്ചിട്ട് തരാം, പിന്നെ എന്താ ഫസ്റ്റിൽ എന്റെ ഫോട്ടോ ഉണ്ടാവണം, ഞാൻ എനിക്ക് പൈസ കൊടുക്കാം, എന്നാ ഓക്കെ. ലക്ഷങ്ങൾ കൊടുക്കുന്ന മനുഷ്യന്മാർ. ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യന് എന്തെങ്കിലും അള്ളാന്റെ ദീന്റെ മാർഗത്തിൽ 5 ദിവസമൊന്നും കിട്ടില്ല. ഇത് പൈസ ഉണ്ടായിട്ട് കാണില്ല സഹോദരന്മാരെ. ഇതുകൊണ്ട് നമുക്കൊരു ഹൈർ ഉണ്ടാവേണ്ടത്. കുറെ മക്കൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അപ്പനെ പറയിപ്പിക്കുന്ന മക്കളായിട്ട് ആകെ ആ ചെങ്ങയുടെ മക്കളാന്നിട്ട് കബറ് കെടുക്കുമ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അമ്മായി കുരുത്തകൾ കളിച്ചിട്ട് ആ വിളിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യാം, അവിടെ സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥ. മക്കൾ ഉണ്ടോണ്ട് കാര്യം, ഉള്ള മക്കളെ കൊണ്ട് ഗുണം കിട്ടണം. ഗുണം കിട്ടും ഇസ്തിഗ്ഫാർ തേടിയാൽ. ഖുർആന്റെ ആയത്താണ്. തീർന്നില്ല. തോട്ടങ്ങളും അരുവികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. നിങ്ങൾക്കറിയാം, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരുവിധ മുഫസ്സിരികളൊക്കെ കൊടുത്തൊരു സംഭവമുണ്ട്. എന്താണ് ആ സംഭവം? ഇബ്നു സുബൈഹ് പറയാണ്, ഒരിക്കൽ ഹസൻ ബസരി, ഹസൻ എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കണ്ട അത് ഹസൻ ബസരി, റസൂലുള്ളാഹിന്റെ പേരെ കുട്ടി ഹസൻ എന്നാണ്. ഹസൻ എന്ന് പറഞ്ഞാൽ അത് ഹസൻ ബസരി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ഒരാള് ക്ഷാമത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാഹ്, നീ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടിക്കോ. വേറൊരാൾ വന്നിട്ട് എന്ത് ചെയ്തു, ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോഴും ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാഹ്. മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല, സന്താനം ഉണ്ടാവണം, നിങ്ങൾക്ക് ദുആ ചെയ്യാൻ. വലിയ പണ്ഡിതനാണ് കാവ്യങ്ങളുടെ കൂട്ടത്തില്. അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാഹ്, ഇസ്തിഗ്ഫാർ തേടിക്കോ. നാലാമത്തെ വ്യക്തി പറഞ്ഞു, മഴയില്ല, തോട്ടങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട്, അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാഹ്, നീ പാപമോചനം തേടിക്കോ. ഇത് കേട്ട ആള് ചോദിച്ചു, എന്താ ചോദിച്ചു, അദ്ദേഹം കേട്ട ആള് ചോദിച്ചു, നിങ്ങൾ എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യാണ് ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരും വ്യത്യസ്ത ആവശ്യങ്ങളില്ലേ. ഒരാൾക്ക് ക്ഷാമം, ഒരാൾക്ക് കൃഷി മഴയില്ലാത്ത നശിച്ചോടും, ഒരാൾക്ക് ദാരിദ്ര്യം, ഒരാൾക്ക് കുട്ടികളില്ലാത്ത പ്രശ്നം. എല്ലാത്തിനും നിങ്ങൾ പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്, ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. ഇന്നല്ലാഹു തആല യഖൂലു ഫീ സൂറത്തുൻ നൂറിൽ അല്ലാഹ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു. എന്താ പറഞ്ഞത്? റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ ويرسل عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. ഈ നൂഹിന്റെ ആയത്ത് ഓതിക്കൊടുക്കും. മക്കളെ കൊണ്ട് സഹായിക്കും, സമ്പത്ത് കൊണ്ട് സഹായിക്കും, ദാരിദ്ര്യം നീങ്ങും, കൃഷി നന്നാവും, മഴ കിട്ടും. അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്താണ്. ആലോചിച്ചൊക്കെ എല്ലാത്തിനുമുള്ള പ്രതിവിധി ഒരു ഒറ്റ മൂലി എന്ന് നമുക്ക് പറയാം. എന്ത് ഇസ്തിഗ്ഫാർ. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇത്രയും മഹത്തായ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പറയുന്നു. ഇത് മാത്രമല്ല, നമുക്കറിയാം ശാരീരികപരമായിട്ട് നമ്മൾ വൈഫാണ് അല്ലേ. പല ആളുകളും അവിടെ വേദന, ഇവിടെ വേദന, ക്ഷീണം, കൊയ്ക്ക്, എപ്പോ നോക്കിയാലും കൊയ്ക്കാണ്, കൊയ്ക്കോട് കൊയ്ക്കും. എന്നിട്ട് രാവിലെ സ്വബഹിസ്കരിക്കാതെ എക്സാമിന് ഓടാണ്. സ്വബഹിസ്കരിച്ചിട്ട് ഓടിക്കൂടി ഹയറാണ്. കാരണം ആരോഗ്യം നല്ലതാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പക്ഷെ പള്ളിയിൽ പോകില്ല, എന്നിട്ട് ഇത് പോകും, ഒരു കാര്യമില്ല. നമുക്ക് ശാരീരികപരമായിട്ട് ആരോഗ്യം വേണോ? അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. നൂഹ് നബി അലൈഹിസ്സലാം പറയാൻ, യാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم. നൂഹ് നബിയുടെ ജനത ആരാണ്? ആദ് സമൂഹം. ഓരെ പോലെ ശക്തര ദുനിയാവിൽ അവർ സൃഷ്ടിച്ചിട്ടില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, അല്ലതി ലം യുഖ്ലഖ് മിത്ലുഹാ ഫിൽ ബിനാ. ഇത്ര ശക്തന്മാര് ദുനിയാവിൽ വേറെ പടപ്പിനുള്ള പഠിച്ചിട്ടില്ല. ആ പടപ്പിനോടാണ് ആര് പറയുന്നത്? ഹൂദ് നബി അലൈഹിസ്സലാം പറയാ, ഇസ്തിഗ്ഫാർ തേടിയ ഇപ്പുള്ള ശക്തിക്ക് പുറമെ ഇനിയും ശക്തി അല്ലാഹ് വർദ്ധിപ്പിച്ചു തരും. നമുക്ക് ശക്തി കിട്ടും. ശക്തി രണ്ടാണ്. ഒന്നെന്താ? നല്ല ആരോഗ്യം. രണ്ടാമത്തെ മാനസികമായ ശക്തി. ചില ആളുകളുണ്ട് ബോഡിക്ക് നല്ല ബിൽഡിംഗ് ആയിരിക്കും,
പിന്നെ എന്താ കാണുമ്പോൾ പേടിയായിരിക്കും. ഒരു ഒച്ചയായിട്ടാ പെണ്ണുങ്ങളെ പറയും വയലൊന്നൊക്കെ ആരാന്ന്. മനസ്സിന് കരുത്തില്ലാത്ത കുറെ മനുഷ്യന്മാർ എന്തെങ്കിലും ഒരാളെ കാര്യം പോലെ ചോരയിട്ട് കരുത്തില്ല. ഇത് മനസ്സിൽ ഇത് കുറെ ബോഡി ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് കാര്യം ആദ്യം മനസ്സിന് കരുത്തുണ്ടാക്കണം. പറഞ്ഞത് ഇത് രണ്ടും ശക്തിയല്ല. എന്തിനെ നേരിടാനുള്ള ക്ഷമ അത് ശക്തിയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ, ദുർബലനായ മനുഷ്യൻ നമ്മളോട് വെക്കിട്ട് കയറിയാൽ ക്ഷമിച്ചു കൊടുക്കാനുള്ള ശക്തി അതൊക്കെ ആത്മീയമായ ശക്തിയാണ്. ഇതൊന്നും ജിമ്മിന് പോയാൽ കിട്ടൂല സഹോദരന്മാർ. പിന്നെ അത് ജിമ്മിന് പോണ്ടാന്നല്ല, പോകുന്നോട് പോയിക്കോളൂ. പക്ഷെ അതിന്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാല് ശക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗുസ്തി മത്സരത്തിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നവനല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് വീട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അത് നമുക്ക് പലപ്പോഴും കഴിയും. ചില പെണ്ണുങ്ങൾ പറയുന്നത് മക്കൾ പറയുന്നത് അബദ്ധമായിരിക്കും. ചൂടിങ്ങനെ ചില തോന്നിയാസങ്ങളൊക്കെ വിളിക്കും മനുഷ്യന്മാർ, നോമ്പ് പിടിച്ചിട്ടൊക്കെ പറയുന്ന മനുഷ്യന്മാരും മഹാന്മാരും. അവിടെയൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും നമുക്ക് കഴിയണം. ഇതാണ് ശക്തി. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ശക്തി നമുക്ക് തരും. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും. എപ്പോ ഇസ്തിഗ്ഫാർ വർദ്ധിക്കും. അള്ളാന്റെ കലാമാണ് ഇത് പറയുന്നത്. ഇത് മാത്രല്ല, നോക്ക് നിങ്ങൾ, പ്രയാസത്തിൽ നിന്ന് മോചനം, ദുഃഖത്തിന് സമാധാനം, റിസ്കിന്റെ വർധന. ഒരു ഹദീസിന്, പക്ഷെ ഹദീസ് വൈഫ്, ആ ഹദീസിന് ആശയം പണ്ഡിതന്മാർ എടുത്തിട്ടുണ്ട്. ഹദീസ് ഇങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഇസ്തിഗ്ഫാർ പതിവാക്കുന്നു, എപ്പോൾ ഇസ്തിഗ്ഫാർ കേൾക്കുന്നു, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, എല്ലാ ഇടുക്കത്തിൽ നിന്നും അവർക്ക് ഒരു മോചനം നൽകും. എന്തൊക്കെ ഇടുക്കം നമുക്ക് സാമ്പത്തികമോ എന്ത് ബുദ്ധിമുട്ടുണ്ടോ അതിന്റെ ഒരു മോചനം. വമിൻ കുല്ലി ഹംദിൻ ഫറജ, വമിൻ കുല്ലി ഹംദിൻ ഫറഹ, അവന് എന്ത് ദുഃഖമുണ്ടോ അത് മാറ്റിയിട്ട് അവ സന്തോഷം കൊടുത്തു. അവൻ അറിയാത്ത രൂപത്തിൽ അവന് റിസ്ക് അവ നൽകും. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാര് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ആശയം ഉലമാക്കൾ എടുത്തിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാം, ഹാദിൽ ഹദീസ് വഈഫ്, ഈ ഹദീസ് വഈഫാണ്. വലാകിൻ മഅനാഹു സഹീഹ്, ഇതിന്റെ ആശയം സഹീഹാണ്. لأن الله تعالى قال, കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, وإن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ ഒരവധി വരെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം വരെ നമുക്ക് ഒരു നല്ല സുഖജീവിതം നൽകും. അത് ഖുർആനിൽ പറഞ്ഞതാണ്. ആ നല്ല സുഖജീവിതത്തിൽ പെട്ടതാണ് എന്ത്? മനസ്സിന്റെ ഇടുക്കങ്ങൾ മാറാം, സന്തോഷം ഉണ്ടാവാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളൊക്കെ റിസ്ക് നല്ല രൂപത്തിൽ കിട്ടുക, ഇതൊക്കെ നല്ല ജീവിതത്തിന്റെ ഭാഗമല്ലേ. എങ്കിൽ ഈ ആശയം ഖുർആനിന്റെ ആശയമാണ്. ഹദീസിന്റെ സനദിൽ വഴിയിട്ടുണ്ടെങ്കിലും അതിന്റെ ആശയം സ്വീകാര്യമാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി മാത്രമല്ല സഹോദരന്മാരെ, ഇതിന്റെ മറ്റൊരു നേട്ടം എന്താ? നിങ്ങൾക്ക് ഭൗതിക ശിക്ഷയിൽ നിന്ന് മോചനം നമുക്ക് കിട്ടും. അപ്പൊ മനുഷ്യന്മാര് തെറ്റുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും, അള്ളാന്റെ അദാബ് വരുന്നു. ഏത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ജനതയില് മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങൾ, വൈറസുകളൊക്കെ വർദ്ധിച്ചാൽ അവർക്ക് ആ ജനതയിൽ വ്യഭിചാരം സാർവത്രികമായിട്ടുണ്ടാകുന്നു. നമുക്കറിയാം പല പല രോഗങ്ങൾ ഇങ്ങനെ വരികയാണ്. എന്താ കാരണം? ഒരു മറിയില്ലാത്ത രൂപത്തിൽ ഇന്ന് ജിന നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ തെറ്റിന്റെ ഭാഗമായിട്ട് ദുനിയാവിൽ തന്നെ അല്ലാഹുവിന്റെ അദാബ് വരും. ഈ അദാബിനെ തടുത്തു നിർത്തുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിൽ അല്ലാഹു പഠിപ്പിക്കാം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പ്രവാചകരെ താങ്കൾ അവരിൽ ഉണ്ടായിരിക്കാൻ അവരെ ഞാൻ ശിക്ഷിക്കൂല. എന്നാൽ ഒരു പ്രവാചകൻ സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കൂല. അതുപോലെ അവർ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അവര് ശിക്ഷിക്കൂല. സഹാബാക്കൾ പറയാറുണ്ട്, നമുക്ക് രണ്ട് നിർഭയത്തുണ്ടായിരുന്നു. ഒന്ന്, അള്ളാന്റെ റസൂൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. രണ്ടാമത്തെ നമ്മൾ ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഒരു നിർഭയത്വം നമുക്ക് നഷ്ടപ്പെട്ടു, ഇനി ഒരു നിർഭയത്തുള്ള എന്താ? അത് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ നമുക്കുള്ളിടത്തോളം കാലം നമുക്ക് ശിക്ഷ ഉണ്ടാവില്ല. മാത്രമല്ല, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജാമിഉൽ മസായിൽ പറഞ്ഞൊരു വാക്കും കൂടി കേട്ടുള്ളൂ അനുബന്ധമായിട്ട്, വകുല്ലു മാ യുസീബുൽ മുഅ്മിന മിൻ ശർരി ഫഇന്നമാ ഹുവ മിൻ ദുനൂബി. ഏതൊരു മുഅ്മിനായ മനുഷ്യനും ബാധിക്കുന്ന അദാബുകൾ
അത് അവന്റെ തിന്മന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവൻ ചെയ്ത തെറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന നോക്കി നിങ്ങൾ, ആ ഇസ്തിഗ്ഫാർ അവൻ ചെയ്യുമ്പോൾ ആ പാപങ്ങൾ മായ്ച്ചു കളയും, അവന് ബാധിച്ച വിപത്തുകളും നീക്കിക്കളയും. എന്നിട്ട് അദ്ദേഹം ആയത്തോടെ അവർ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹ് അവരെ ശിക്ഷിക്കൂല. അള്ളാന്റെ അദാബ് ഒഴിവാക്കി പോകണമെങ്കിൽ ഇസ്തിഗ്ഫാർ നിരന്തരമായിട്ട് നടത്തണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. നമ്മുടെ ശത്രുക്കൾക്കെതിരെ നമുക്ക് വിജയം കിട്ടുന്നത് ഇസ്തിഗ്ഫാറിലൂടെ. വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. സൂറത്ത് ബഖറയിലെ 146 മുതൽ 148 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കി. അള്ളാഹ് എത്ര പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ കൂടെ അനേകം അള്ളാഹുവിന്റെ ദാസന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ അവര് നേരിട്ട യുദ്ധത്തിന്റെ ഭാഗമായി, അവർ പോയ യുദ്ധത്തിന്റെ ഭാഗമായി അവർ നേരിട്ട വിപത്തുകൾ അവരെ തളർത്തിയിട്ടില്ല. അവര് തളർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ദൗർബല്യം കാണിച്ചിട്ടില്ല, ഒതുങ്ങിക്കൊടുത്തിട്ടുമില്ല. എന്നിട്ട് അവർ പറഞ്ഞിരുന്നത് ഇത് മാത്രമാണ്. ഏത് മാത്രം? റബ്ബന ഉഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ എന്താ പറയാറ്? റബ്ബന ഉഗ്ഫിർ ലനാ ദുനൂബനാ, റബ്ബേ നമ്മൾ തെറ്റ് പുറത്തുണ്ട്, വഇസ്റാഫനാ ഫീ അംരിനാ, നമ്മുടെ കാര്യത്തിൽ നമ്മൾ കുറെ അതിര് കവിഞ്ഞു പോയി, അതൊക്കെ നീ പുറത്തു കൊണ്ട, വസബ്ബിത് അഖ്ദാമനാ, നമ്മുടെ കാൽപാത നീ ഉറപ്പിച്ചു നിർത്തി, വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, ഈ സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങൾക്ക് വിജയം നൽകണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു അവർക്ക് ഇഹലോകത്തെയും പരലോകത്തെയും പ്രതിഫലം നൽകി. അവർ ഇസ്തിഗ്ഫാർ വർദ്ധിച്ചപ്പോഴാണ് ഇഹലോകത്തെയും പരലോകത്തെയും പ്രതിഫലം. പരലോക ദുനിയാവിലെ പ്രതിഫലം എന്താ? ആ വിജയം. പരലോകത്തോ സ്വർഗം. നമുക്ക് ശത്രുക്കൾക്കെതിരെ വിജയം വേണം, നമ്മളെ തെറ്റിന്റെ ഭാഗമാണ്. ഇന്ന് എല്ലാ ശത്രുക്കളും നമ്മൾ നെക്കെത്തി ചാടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരാനുണ്ട്, അന്ന് ഇതര സമുദായങ്ങൾ ഈ ഉമ്മത്തിന്റെ മേലേക്ക് ചാടി വീഴും. എങ്ങനെ? ഭക്ഷണത്തളികയിലേക്ക് വിശന്ന് വരിഞ്ഞ മനുഷ്യന്മാർ ആർത്തുകൊണ്ട് വരുന്നത് പോലെ ഭക്ഷണത്തളികയിൽ കൈയിട്ട് വാരി ഈ സമുദായത്തിന് വേണ്ടി കൈയിട്ട് വരാൻ തുടങ്ങും, ഉപദ്രവിക്കാൻ തുടങ്ങും. സാമ്പത്തികമായി, ശാരീരികമായി, നാട്ടിൽ നിന്നും പുറത്താക്കും, മാനസികമായി ഭയപ്പെടുത്തും, എല്ലാം നടക്കും. സഹാബാക്കൾ ചോദിച്ചു, റസൂലെ ഞങ്ങൾ അന്ന് എണ്ണത്തിൽ കുറവായിരുന്നു. നിങ്ങൾ എണ്ണത്തിലൊന്നും കുറവില്ല, എണ്ണത്തിലൊക്കെ ഇഷ്ടമാണ്. പിന്നെ എന്താ പ്രശ്നം? നിങ്ങള് ചപ്പു ചവറുകൾ പോലെയായിരിക്കും. ഏതുപോലെ? മഴവെള്ളം ഒലിച്ചു പോകുമ്പോൾ അതിൽ കുറെ ചപ്പു ചവറുകൾ പോണത് പോലെ നമ്മൾ പോകും എന്ന് പറഞ്ഞാൽ സമൂഹം എങ്ങോട്ടും പോകും, അവിടെ നമ്മൾ പോകും. ഞാനൊരു മുസ്ലിമാണ്, എന്റെ ജീവിതത്തിന് ഒരു കണക്ക് കൊടുക്കലുണ്ട്. എനിക്ക് ഞാൻ മറ്റുള്ളവർക്ക് മാതൃക ഇതൊന്നും ഇല്ല. എല്ലാരും നോമ്പെടുക്കാണ്, ബാത്റൂം കൊടുത്തിട്ട് ബീച്ചിൽ പോയിരിക്കുക, നമ്മൾ ബീച്ചിൽ പോയിരിക്കുക. എല്ലാരും ചുണ്ടിന്റെ മുകളിൽ ലിപ്സ്റ്റിക് ഇട്ട് നടത്തും, നമ്മളതിട്ട് നടത്തുക. എല്ലാവരും കല്യാണം ഈ കൊല്ലത്തിന് തോന്നിയാസം വെച്ചിട്ട് ഒരാഴ്ച വെച്ചിട്ടാണ് നടത്തുന്നത്. ഒരു ദിവസം അറബി കല്യാണം, ഒരു ദിവസം മഞ്ഞ കല്യാണം, ഒരു ദിവസം ചോപ്പ് കല്യാണം. ഇതൊക്കെ പിന്നെ നമ്മളും ആയിക്കോട്ടെ. ഇങ്ങനെ ചപ്പു ചവറുകൾ ഒഴുകണ പോലെ. ഞാനൊരു ആദർശമുള്ളവനാണ്, ഞാൻ ഒരു മുസ്ലിമാണ്, എന്നെ കണ്ടിട്ട് വേണം മറ്റുള്ളവർക്ക് ഇസ്ലാം എന്നെ മനസ്സിലാക്കാൻ. എനിക്ക് ഇങ്ങനെ ഒഴുകിയാൽ പോരാ, ഈ ഒഴുക്കിനെതിരെ നീങ്ങേണ്ടവനാ ഞാൻ. അതിനെ കുറിച്ച് പ്രയാസം ഉണ്ടാവും, എന്നാലും വേണ്ടില്ല, ഞാൻ ശ്രമിക്കൂ. ഈ ഒരു കാഴ്ചപ്പാട് ഇന്ന് നമുക്കില്ല. നാട്ടിൽ എന്താ നടക്കുന്നത് അതിന്റെ മുന്നിൽ ഇങ്ങനെ പോവാ, എന്നിട്ടോ നമ്മൾക്ക് വലിയ ദീനിന്റെ ആളുകൾ. ഇതാണ് ചപ്പു ചവറുകളെ പോലെ. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ ശത്രുക്കളുടെ കൽബിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള ഭയം അല്ലാഹു നീക്കി ചെയ്യും, നിങ്ങളെ കൽബിലുള്ള വഹനിട്ട് തരും. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, എന്താണ് റസൂൽ നമ്മുടെ കൽബിൽ വിട്ടുതരുന്ന വഹൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. നിങ്ങൾക്ക് ദുനിയാവിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, പരലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കൽ എന്നെ വെറുപ്പാണ്. അതിലൊരു കാര്യത്തിന് നിങ്ങൾ ഉണ്ടാവില്ല.
പരലോകത്തിന്റെ കാര്യമാണ് ഒരു ദീന് പഠിക്കുന്ന ഒരു സദസ്സ് നിങ്ങൾ കയറി വെക്കൂല. നിങ്ങൾ രാഷ്ട്രീയ സദസ്സിലുണ്ടാവും, ക്ലബിന്റെ സദസ്സിലുണ്ടാവും, വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നിടത്തുണ്ടാവും, എല്ലായിടത്തും നിങ്ങളെ കിട്ടും. അള്ളാന്റെ ദീന് പഠിക്കുക, അതിലൂടെ ആഹ്റത്തിലേക്ക് രക്ഷപ്പെടണം, ഇതൊന്നും നിങ്ങൾ ഉണ്ടാവില്ല. ദീനിന്റെ ആഹ്റത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിനോട് വെറുപ്പും ചടക്കുവാണ്. ഈ ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ശത്രുക്കൾ നിങ്ങളെ മെക്കെട്ട് കയറുന്നതാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മളെ കുരുത്തക്കേടാണ് പല അതാപങ്ങളും നമുക്ക് വരുന്നത്. ഈ കുരുത്തക്കേട് നമ്മൾ ഒഴിവാക്കി ഇസ്തിഗ്ഫാർ നമ്മൾ തേടിക്കഴിഞ്ഞാൽ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ അവസ്ഥയൊക്കെ മാറ്റി തരും. അത് എത്ര വലിയ കിങ്കരന്മാരായിക്കോട്ടെ. നമുക്കറിയാം, ബദറൊക്കെ ഇങ്ങനെ വയലോ അറിയാനുള്ളതല്ല, ജീവിതത്തിൽ അനുഭവിക്കാനുള്ളത്. കാരണം ഇപ്പൊ 2 ഇരട്ടിയാണ് അപ്പുറത്ത്. ഇവിടെ 300 ചില്ലാൻ, അവിടെ 1000. അവിടെ വാഹനങ്ങളുണ്ട്, അതുപോലെ യുദ്ധ സാമഗ്രികൾ, വാളും കുന്തും പരിചയം എല്ലാം ഉണ്ട്. ഇവിടെ എന്താ ഒന്നുമില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു പുഷ്പം പോലെ ജയിപ്പിച്ചു. എന്താ കാരണം? ഒരു ആദർശം നിഷ്ഠ ഉണ്ടായിരുന്നു. എന്നാ കുറച്ച് കഴിഞ്ഞ് ഉഹദിലേക്ക് എത്തിയപ്പോൾ ആള് തോന്നുന്നുണ്ട്, പരാജയപ്പെട്ടു. എന്താ കാരണം? ദീനനുസരിച്ച് റസൂല് പറഞ്ഞത് കേട്ടില്ല, അതിന്റെ പണി കിട്ടി. ഇതെന്തിനാ ബദർ ഉഹദൊക്കെ പഠിക്കാതെ ഇങ്ങനെ വൈകുന്നേരം വലിയ പൈസ ഉണ്ടാക്കാനാണ്? അത് ജീവിതത്തിന് അവരാക്കി കാണിക്കാനുള്ളത്, അത് ജീവിതത്തിന് അനുഭവിച്ച് പാടുകൊള്ളാതെ. പക്ഷെ ഈ കൗമന്തില്ല, ഇന്ന് പാടുകൊള്ളുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വിജയം ഉണ്ടാവും മുസ്ലിം ഉമ്മത്തിന് എപ്പോ തിന്മകൾ നിർത്തിവെച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിയ നമുക്ക് വിജയം. നമ്മുടെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കി, അൽ ബിദായ വൽ നിഹായ, ഇബ്നു കസീർ റഹിമഹുല്ലാ, ആദം നബി പ്രപഞ്ചം മുതൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം വരെയുള്ള ജീവിത ചരിത്രങ്ങൾ ക്രോഡീകരിച്ച കിതാബ്. 8 വാള്യങ്ങളോളം ഉണ്ട് ആ കിതാബ്. എന്റെ കയ്യിലുള്ളത്, ഞാൻ ഇത് വലുതാക്കിയിട്ട് എഴുതിക്കണമെന്ന് അറിയാം. അതിൽ അദ്ദേഹം പല ജീവിതത്തിന്റെ പല രംഗങ്ങളിൽ, പല കാലഘട്ടങ്ങളിൽ ഒരുപാട് വിപത്തുകൾ മുസ്ലിം ഉമ്മത്തിനുണ്ടായിട്ടുണ്ട്. അത് ശത്രുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, കാലവർഷക്കെടുതി കൊണ്ടുണ്ടായിട്ടുണ്ട് എന്നാണ്. അന്ന് എന്താണ് അവർക്ക് അതിന് മോചനം കിട്ടാൻ? അന്നത്തെ പണ്ഡിതന്മാരും ഭരണകൂടങ്ങളും പറയും, എന്തെല്ലാം തിന്മകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നിർത്തിവെച്ച് അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടി മടങ്ങാൻ പറയും. അങ്ങനെ ജനങ്ങൾ അത് ചെയ്യുമ്പോൾ ആ വിപത്തുകൾ നീങ്ങിപ്പോകും. ഇബ്നു കസീർ റഹിമഹുല്ലാ എത്ര സംഭവങ്ങളാണ് ഉദ്ധരിച്ചുള്ളത്. സഹോദരന്മാരെ, നമ്മളെ ബാധിക്കുന്ന ഏത് വിപത്തുകളും അത് മാറണമെങ്കിൽ നമ്മുടെ തെറ്റുകൾ നിർത്തിവെച്ച് അള്ളാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തപിക്കും. അങ്ങനെ പശ്ചാത്തപിച്ച് നമ്മൾ മടങ്ങിയ നല്ലൊരു സുഖജീവിതം അള്ളാഹു തരും. അതല്ല ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ ഒരു അവധി വരെ നല്ലൊരു സുഖജീവിതം നൽകും. നല്ലൊരു സുഖജീവിതം, ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ഔദിത്യം ഉണ്ടാകും, പക്ഷെ മനസ്സുകൊണ്ട് ധന്യനായിരിക്കും. നമുക്ക് സമ്പത്ത് ഒരുപാടുണ്ട്, മനസ്സുകൊണ്ട് നമ്മൾ ഫക്കീറാണ്. ജൂതന്മാരെ കുറിച്ച് പറഞ്ഞത്, ജൂതന്മാർക്ക് ഒരുപാട് ടെക്നോളജി ഉണ്ട്, ഒരുപാട് വിഭവങ്ങളുണ്ട്, പക്ഷെ പേടിത്തൊണ്ടന്മാരാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചുമരിന് പിന്നിൽ നിന്നിട്ടല്ലാതെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യില്ല എന്നാണ്. കണ്ടില്ല, ഇസ്രായേലും പലസ്തീനോട് പിടിച്ച് ചുമരിട്ടിയത് ഇവർക്ക് പേടിയാണ്. ഇതുപോലെയുള്ള പേടിയാണ് സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചോളം. അപ്പൊ നമുക്ക് മനസ്സിന് കരുത്തും എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സുഖജീവിതം അള്ളാഹു നൽകിയപ്പോ നമ്മൾ തിന്മകൾ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ എന്ന കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറയുന്നത് എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂടിയിരിക്കലും ഈ മജ്ലിസ് അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ഇതിന് നമുക്ക് പരലോകത്ത് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രയാസങ്ങൾ ദൂരീകരിച്ച് അവർക്ക് എളുപ്പത്തിൽ ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ കൂടുതൽ കൂടുതൽ പുണ്യകർമ്മങ്ങൾ സ്വായത്തമാക്കാനുള്ള ആഫിയത്തും തൗഫീഖും ആയുസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനിനെ അനാദരിക്കുന്ന രൂപത്തിലുള്ള വല്ല വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.
സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.